ഈ കീഴ്വഴക്കത്തെ വലിയ കരുതത്തോടു കൂടിയാണ് KSU നോക്കിക്കാണുന്നത്. കാരണം ഒരു വിദ്യാർത്ഥി സംഘടന, പ്രത്യേകിച്ച് SFIയുടെ ദേശീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിലെ ക്ലാസ് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി പഠിപ്പ് മുടക്കുകൾ ഉൾപ്പെടെ നടത്തുമ്പോൾ സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും എല്ലാം കത്ത് നൽകി ആ വിദ്യാർത്ഥികളെല്ലാം അതിന്റെ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ ഒരു സമ്മേളനത്തിന് വേണ്ടി സ്കൂളിന് കത്ത് നൽകി അത് അവധി നൽകുക എന്ന് പറയുമ്പോൾ നിർബന്ധിതമായി ആ വിദ്യാർത്ഥികളെ ആ സമരത്തില് അവരുടെ സമ്മേളനത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം കൂടിയായിട്ട് നോക്കിക്കാണാൻ KSU കരുതുകയാണ്. ആ സ്കൂളിന്റെ നടപടിയിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് കൂടി ഇതിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനത്തിന് വേണ്ടിയിട്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും, സ്വാഭാവികമായിട്ടും ആ കൂട്ടത്തിൽ SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തടസ്സമില്ല. അതിന് നമുക്ക് തർക്കം ഉന്നയിക്കാനും സാധിക്കില്ല. എന്നാൽ ആ സംഘടനയുടെ ഭാഗമല്ലാത്ത വിദ്യാർത്ഥികളെ പോലും നിർബന്ധിച്ച് ഈ സമ്മേളനത്തിന്റെ ഭാഗമാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് KSUവിന്റെ നിലപാട്. നടപടിയാണ് വളരെ വിഷമകരം. അതായത് ഇങ്ങനെയൊരു നേതാക്കൾ വന്ന് ആവശ്യപ്പെട്ടു, അതിനാൽ അവധി നൽകുന്നു എന്നാണ് പറയുന്നത്. ഇതടക്കം സ്കൂൾ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ അദ്ദേഹം മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെയുണ്ട്, അതിനാൽ വരണ്ട മുതലായ കാര്യങ്ങളൊക്കെ. വളരെ ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു വീഴ്ച, പഠിക്കേണ്ട കുട്ടികളെയാണ് സമരത്തിന് പറഞ്ഞയക്കുന്നത്. സ്വാഭാവികമായും ഇത് പിണറായി ഭരണത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ അല്ലെങ്കിൽ അവരുടെ ഗുണ്ടായത്തിന് മുൻപിൽ അവർക്ക് ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് തൊഴിലെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഒരു ദേശീയ സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒരുപക്ഷെ വിട്ടില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സ് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ആ പ്രിൻസിപ്പൽ ആ നടപടിയിലേക്ക് കടന്നത്. എന്നാൽ എന്ത് തന്നെയായാലും അത് യാതൊരു രീതിയിലും നമുക്ക് നീതീകരിക്കാൻ സാധിക്കില്ല, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആ കൂട്ടത്തിലുണ്ടല്ലോ, അവർക്ക് പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യുകയോ അതിനെ തർക്കവാദം ഉന്നയിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ മറിച്ച് മുഴുവൻ വിദ്യാർത്ഥികളെയും അവധി കൊടുത്തുകൊണ്ട് അവരെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന തരത്തിലേക്ക് ഒരു ശാഠ്യം പിടിക്കുന്നത് അത് ശരിയല്ല, ശരിയായ കീഴ്വഴക്കമല്ല. അത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം KSU രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.